എൻ്റെ സ്വർഗം. ഈ കഥ എഴുതിയത് ഡോക്ടർ SD അനിൽകുമാർ. കഴിഞ്ഞുപോയ 1.5 വർഷങ്ങൾ കൂട്ടിയും കുറച്ചും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വരുന്നതേയില്ല. ലൈറ്റിടാതെ പതിയെ എഴുന്നേറ്റിരുന്നു. നെഞ്ചിലൊരു തീക്കുണ്ടം കത്തുന്നത് പോലെ. ഒരു പരവേശവും. പതിയെ എഴുന്നേറ്റു. ഷീജ നല്ല ഉറക്കം. ലേശം വെള്ളം കുടിച്ചു. പിന്നെയും കിടന്നു നോക്കി. കണ്ണുകൾ ഇറുക്കി അടച്ചു. ഗുരുവായൂരപ്പനെ മനസ്സിൽ വിളിച്ചു. നെഞ്ചിൻ്റെ നടുവിലൂടെ ഒരു നീറ്റൽ മുകളിലേക്ക് വരുന്നു. ശ്വാസം കിട്ടാത്ത ഒരു തോന്നൽ. കിടക്കാൻ പറ്റുമെന്ന് തോന്നില്ല. റൂമിൻ്റെ ഡോർ പതിയെ തുറന്ന് ഹാളിലേക്ക് വന്നു. നിലാവിൻ്റെ അരുണ്ട വെളിച്ചം ഹാളിൽ നിറഞ്ഞിരിക്കുന്നു. കർട്ടനുകൾ മാറ്റിയ ജനലുകൾ ചെറിയ വെളിച്ചത്തിൽ തിളങ്ങി. ചാരുകസേരയുടെ അടുത്തേക്ക് പതിയെ നീങ്ങി. സോഫായിലിരുന്നു. അരണ്ട വെളിച്ചത്തിൽ ചേട്ടൻ്റെ ഫോട്ടോ തിളങ്ങി നിൽക്കുന്നു. ചുണ്ടിൽ ചെറിയ ചിരി. എന്തോ പറയുന്ന ഭാവം. ഈ ഭാവം എന്നാണ് ഫോട്ടോയിൽ വന്നത്? നെഞ്ചിലെ വേദന കുറെ കൂടി വന്നു. ഒരു പരവേശവും. ചാരുകസേരയുടെ കൈകളിൽ ചെറുതായി പിടിച്ച് ഡിസംബറിൻ്റെ തണുപ്പിലും ജീവനുള്ളതുപോലെ ഒരു ചൂട്. ചേട്ടൻ്റെ രൂപത്തിൽ ഒരു രൂപം ചാരുകസേരയിൽ കിടക്കുന്നതായി തോന്നി. മതിഭ്രമമാണോ തലക്കറക്കമാണോ എന്ന് തിരിച്ചറിയാനാവുന്നില്ല. 40 വർഷം ഒന്നിച്ച് ജീവിച്ചതല്ലേ. എത്ര പകലുകളും രാവുകളും. എൻ്റെ ഓരോ വേദനയിലും ഉരുകിയ മനസ്സ്. കുഴപ്പമൊന്നുമില്ലടോ എന്ന് പറയുമ്പോഴും ഉള്ളിലെ ആശങ്കകൾ ഞാൻ തിരിച്ചറിയുമല്ലോ. എന്നാലും ആത്മാവ് എന്നെ തിരഞ്ഞ് ഈ നിലാവിൽ എവിടെയെങ്കിലും കാണില്ലേ? മരിച്ചാലും എന്നെ പിരിഞ്ഞ് പോകാനാകില്ലല്ലോ. പതിയെ ഞാൻ ചാരുകസേരയുടെ കൈകൾ തടവിക്കൊണ്ടിരുന്നു. നന്നായി വിയർക്കുന്നു. നെഞ്ചിൽ ഒരുതരം നീറ്റൽ. ശോഭേ, നിനക്ക് വയ്യേ? ഈ ചോദ്യം ആരാണ് ചോദിച്ചത്? മരിച്ചവർക്ക് നാവില്ലല്ലോ, രൂപവുമില്ല. എന്നാലും സ്നേഹത്തോടെ നമ്മെ കാണുന്നുണ്ടാകും. മറുപടി കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അന്ന് നെഞ്ച് വേദനിച്ചാണോ എന്നെ വിളിച്ചത്? ഞാൻ ഫോൺ കേട്ടില്ലല്ലോ. എന്തുറക്കമായിരുന്നു. ജലദോഷത്തിന് ദീപമോള് തന്ന ഗുളിക കഴിച്ചതായിരിക്കും ഇങ്ങനെ ഉറങ്ങാൻ കാരണം. അവൾക്ക് ഫോൺ എടുക്കാമായിരുന്നല്ലോ. അവളുടെ അച്ഛനോട് ഒരു വാക്ക് പറയാമായിരുന്നല്ലോ. അവളുടെ കാര്യത്തിന് എനിക്ക് വരാതിരിക്കാനാവുമോ? ഒരു മോളല്ലേ ഉള്ളൂ. അത് മുഴയുടെ കാര്യത്തിൽ ഡോക്ടർ സംശയം പറയുമ്പോൾ ചേട്ടന് തണുപ്പ് പിടിക്കില്ലല്ലോ. എന്നിട്ടും എന്നോടൊപ്പം വരുവാൻ ഞാൻ എത്ര നിർബന്ധിച്ചു. ഒരു സമാധാനവും ഇല്ലാതെയല്ലേ ഞാൻ സ്റ്റേറ്റ്സിലേക്ക് വന്നത്. ആദ്യമായില്ലേ ഞങ്ങൾ പിരിഞ്ഞു താമസിച്ചത്. 3 മാസം കഴിഞ്ഞ് തിരികെ പോകാമെന്ന് കരുതിയതല്ലേ. അവളുടെ മുഴയ്ക്ക് ചില സംശയമുണ്ടതിനാൽ 2 കീമോയും കൂടി വേണ്ടി വന്നു. ചേട്ടനൊന്നും സഹിക്കാനാവില്ലല്ലോ. പഴകും തോറും സ്നേഹം കൂടില്ലേ. മകളോടായാലും ഭാര്യയോടായാലും ഒന്നും പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളു നീറിക്കാണും. മനസ്സിൽ ദുഃഖം കിട്ടിക്കിടന്ന് ഹൃദയം പൊട്ടിക്കാണും. എങ്കിലും ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു. വേദനിച്ചപ്പോഴാണോ എന്നെ വിളിച്ചത്? വേദനിച്ചാലും എന്നെ അറിയിക്കില്ലല്ലോ. എന്നെ വേദനിപ്പിക്കാതിരിക്കാനായി എല്ലാ ദുഃഖവും ഉള്ളിൽ ഒതുക്കില്ലേ? പിന്നെ സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് വിളിച്ചതാണോ? അതോ അവസാനമായി എന്തെങ്കിലും പറയാനോ? എന്തോ ഓർക്കും തോറും നെഞ്ച് കീറിപ്പോകുന്നു. 40 വർഷം കൂടെ താമസിച്ചിട്ടും ഒരു വേദനയുടെ നിമിഷത്തിൽ കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. ഒറ്റയ്ക്ക് കിടക്കണ്ട എന്ന് എത്ര തവണ പറഞ്ഞതാണ്. കിഴക്കേത്തൊടിയിൽ ചിറ്റപ്പൻ്റെ മോൻ്റെ വീടല്ലേ. ദിനേശന് ചേട്ടൻ അച്ഛൻ്റെ സ്ഥാനത്തും വല്യച്ഛൻ വീട്ടിൽ നിൽക്കാൻ എത്ര പറഞ്ഞതാണ്. ഞാനും എത്ര നിർബന്ധിച്ചു. ഒടുക്കം പറഞ്ഞ മറുപടിയിൽ എന്തു പറയാനാണ്? ഇവിടെ നിന്നെ കിട്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്നിട്ടില്ലല്ലോ. നമ്മൾ 35 വർഷത്തിലേറെയായി ഈ വീട്ടിലല്ലേ. നീ ഇല്ലെങ്കിലും നിൻ്റെ മണം ഈ ചൂരിലൊക്കെ എപ്പോഴും ഉണ്ടടി. അത് വലിച്ചെടുത്ത് കിടക്കുമ്പോൾ താനേ ഉറങ്ങിപ്പോകും. അത് കേട്ട് എൻ്റെ കണ്ണും മനസ്സും നിറയും. ഏത് സ്ത്രീക്കും ഏത് പ്രായത്തിലും ഇതിനേക്കാൾ മനോഹരമായ ഏത് വാക്കുകളാണ് കേൾക്കാനുള്ളത്? ആ സ്നേഹത്തിൻ്റെ ആഴത്തിലല്ലേ യഥാർത്ഥ സ്വർഗം. എന്നിട്ടും എന്നോട് ഒരു വാക്കുപോലും പറയാതെ പോയല്ലോ. എൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. ഹൃദയം എന്നോട് തന്നെ പടവെട്ടി മിടിച്ചു. രാത്രിയുടെ ഉറക്കം വിട്ട് ഉണർന്നപ്പോൾ 6 മണിയായി. ഫോൺ കയ്യിലെടുത്തു. ചേട്ടനെന്ന് വിളിക്കാനായിരുന്നു. നോക്കിയപ്പോൾ രാത്രി 1 മണിക്ക് 12 മിസ്ഡ് കോളുകൾ. എന്തുറക്കമായിരുന്നു ഞാൻ. എന്നെ തന്നെ കൊല്ലുന്ന ഉറക്കം. നിരാശയോടെ ഞാൻ ഫോണിലേക്ക് ഡയൽ ചെയ്തു. ചെവിയിൽ പരിഭവവും തെറിയും കേൾക്കാനുള്ള മനക്കരുത്തോടെ. ബെല്ല് മൊത്തം അടിച്ചിട്ടും എടുത്തില്ല. എനിക്ക് വെപ്രാളം കൂടി വന്നു. വീണ്ടും വിളിച്ചു. ബെല്ല് പോകുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. എന്നോട് എന്തിനാണ് ഈ പിണക്കം? ഞാൻ തുമ്മലിൻ്റെ ഗുളിക കഴിച്ചതിനാൽ ഉറങ്ങിപ്പോയതല്ലേ. ഉറക്കം എന്നതിന് ഇങ്ങനെ വേദനിപ്പിക്കുക. 40 വർഷം ഒന്നിച്ച് താമസിച്ചിട്ടും എൻ്റെ മനസ്സ് തിരിച്ചറിഞ്ഞില്ലേ. എനിക്ക് സങ്കടവും ഉത്കണ്ഠയും ഉപ്രാളവും വന്നു. മോളെ വിളിച്ചു. അവൾ കീമോ കഴിഞ്ഞ് അവശയായിരിക്കുകയാണല്ലോ. എങ്കിലും അവൾ ഓടി വന്നു. മക്കളെ, അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. രാത്രി എന്നെ 12 തവണ വിളിച്ചു. ഞാൻ അവര് കഴിച്ചു ഉറങ്ങിപ്പോയി.
കേട്ടില്ല, നീ ഒന്ന് വിളിക്ക്. അവൾ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എൻ്റെ ഹൃദയം പൊട്ടുന്നതായി തോന്നി. ചിറ്റപ്പൻ്റെ മോൻ കുടുംബവുമായി ഇന്നലെ മൂകാംബിയിൽ പോയതായി പറഞ്ഞിരുന്നു. അവനെ വിളിച്ചു. അവനാണ് രാമൻകുട്ടിയോട് തിരക്കാൻ പറഞ്ഞത്. പിന്നെ എന്തെല്ലാമാണ് നടന്നത്. പെട്ടെന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് സംശയം തോന്നി. ചേട്ടൻ എന്തോ സംഭവിച്ചതായി മനസ്സിലായി. എന്തായാലും ചേട്ടൻ എന്നെ വിട്ടുപോയതറിഞ്ഞപ്പോൾ ഞാൻ മരവിച്ച ഒരു കൽപ്രതിമയായി. ആ മരവിപ്പ് ഇന്നും എന്നെ വിട്ടുപോയിട്ടില്ല. പിന്നീട് ഒരു ചെമ്പവും എന്നോട് നോക്കി സംസാരിച്ചിട്ടില്ല. അടച്ചിട്ട ഈ മുറിയിൽ അടഞ്ഞുപോയ മനസ്സുമായി ഞാൻ കഴിയുന്നു. കൂട്ടിന് ഷിജയും. അവൾ ഒരു ഹോം നഴ്സായി വന്നതാണെങ്കിലും എങ്ങനെയോ എൻ്റെ മറ്റൊരു മകളായി. നിനക്ക് വയ്യേ ശോഭേ? ചേട്ടൻ്റെ ചോദ്യമാണല്ലോ. മരിച്ചയാളല്ലേ, എല്ലാം തിരിച്ചറിയാമല്ലോ. എൻ്റെ വായിൽ നിന്ന് എന്നെ കേൾക്കണം. എന്നെ കണ്ടാൽ അറിയില്ലേ നെഞ്ചിലെ വേദന? നെഞ്ചിൽ വല്ലാത്ത ഭാരവും തലയ്ക്കൊരു കറക്കവും ഹൃദയം പൊട്ടിപ്പോവുകയാണോ? മരണത്തെനിക്ക് ഭയമില്ലല്ലോ. മരണത്തിൻ്റെ ലോകത്ത് എൻ്റെ ചേട്ടൻ എനിക്ക് കാണാനാകുമല്ലോ. കാണുമ്പോഴേ എനിക്ക് ചോദിക്കണം, എൻ്റെ ഉള്ളു തുറക്കുന്ന സംശയം. അവസാനമായി എന്തിനായിരുന്നു വിളിച്ചത്? 12 തവണയായി എന്നെ വിളിച്ചത് എന്തു പറയാൻ? എന്നെ കിട്ടാതെ പിടച്ചപ്പോൾ എന്നെ വെറുത്തോ? എന്നോട് അവസാനമായി എന്താണ് പറയാൻ കരുതി വെച്ചത്? സത്യത്തിൽ ഈ ഉത്തരമല്ലേ എൻ്റെ സ്വർഗം, എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയും? ശോഭയെന്ന് വിളിച്ചെന്നെ ചേർത്ത് പിടിക്കുന്ന ചേട്ടനാണോ? അമ്മയെന്ന് വിളിച്ച് അലറിക്കരയുന്ന ഷീജയാണോ? എന്നെ വിട്ടുപോകുന്ന നെഞ്ചുരുക്കമാണോ സത്യം? സത്യത്തിൽ ഒരേ സത്യം പല രൂപത്തിൽ കള്ളമായി പോലും അനുഭവിപ്പിക്കുന്ന പ്രഹേളികയല്ലേ ഈ ജീവിതം?